അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാൻ ഭാഗോടമ്പടി പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവേ, അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നതിന് പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ, ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ, ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ, അക്ഷയയിലേക്കുള്ള യാത്രകൾ, ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം നീ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക,
പെരുമയാൻ പറ്റാതിരിക്കുക, അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ, ഇടയ്ക്ക് നമ്പർ കിട്ടാതിരിക്കുക, അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസം? ചില സാധനങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ട് കാണാനില്ല, ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ച് നടക്കുന്ന വ്യക്തിയാകാൻ നീ. ചിലപ്പോൾ കൈ കഴിഞ്ഞ് വിട്ടുപോയ പണം തിരികെ കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ലാത്തത്, അങ്ങനെയുള്ള സത്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം. കർത്താവ് നിന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ സന്ധിക്കും. ദൈവത്തിൻ്റെ ദുരാമം നിനക്ക് യുക്തമായി പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചെയ്ത കർത്താവിൻ്റെ അഭിഷേക ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കുവാമേ. നമുക്ക് സാരയില്ല, മനുഷ്യല്ല, പോട്ടെ. അവിടെ പെട്ടെന്നുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കും. നമ്മൾ വളരെ കോംപ്രമൈസ് ചെയ്തിട്ട് ആളെ ഉൾക്കൊള്ളാൻ നോക്കും. ദൈവം അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു രീതിയല്ല ബൈബിളിലുള്ളത്. നമ്മൾ ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെയിൽ വിസ്തൃതമാക്കിയിട്ട് കെട്ടിടും കാര്യമില്ല. നമ്മളിങ്ങനെ ആൾക്കാരെ സുഖിപ്പിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. ആൾക്കാരെ സുഖിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്താൻ അങ്ങനെയൊന്നും ബൈബിളിന് പറ്റത്തില്ല. അന്നാളുകളിൽ കർത്താവ് പറഞ്ഞില്ല, അന്നാളുകളിൽ കേൾവിക്ക് ഇമ്പമുള്ളവരെ അവർ വിളിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതിൽ കേൾവിക്ക് ഇമ്പമുള്ളവരെ, ആൾക്കാർക്ക് പ്ലീസിങ് ആയിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നവർ, സ്വപ്പിട്ട് സംസാരിക്കുന്നവരുണ്ട്. 2 തിമോത്തി 4:3 ജനങ്ങൾ 2 തിമോത്തി 4:3 പ്രധാനപ്പെട്ട എന്താണ്? ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. സഹിഷ്ണുത അപ്പം ഇങ്ങനെ പല്ലിറുമവരെ ഉത്തമ പ്രബോധം വരുമ്പോൾ അവരെ തലതിരിക്കും, അവരെ കീഴ്പ്പെട്ട് നോക്കിയിരിക്കും, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യും. സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയെ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. അത് ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ്. കേൾവിക്ക് അതായത് ഇപ്പം കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ചില പള്ളികളിലൊക്കെ ലാസ്റ്റ് ടെംപ്റ്റേഷനൊക്കെ അതൊക്കെ ആ ജനങ്ങളുടെ ധ്യാന വിഷയമാക്കി. നോൺസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി നോൺസെൻസ് എന്ന് പറയാം. എന്ത് സംബന്ധിച്ചാൽ ഇങ്ങനെ എന്താണ് സഭ, എന്താണ് നോൻപ് കാലം, എന്താണ് ജനങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അത് ആ ഒരു പിടിവിട്ടുപോയി. അപ്പോൾ അത് നോൻപ് കാലത്തിൻ്റെ പേരിൽ ആത്മവിശുദ്ധീകരണവും അനുതാപവും മാനസാന്തരവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ പീഡാനുഭവവും പാപത്തിന് പരിഹാരം എന്ന രീതിയിലാണ് അത്. ഇപ്പോൾ പള്ളി പോലും ഞായറാഴ്ച കുർബാന പോലും കൃത്യമായിട്ട് പങ്കെടുക്കാത്ത, പ്രാക്ടീസിങ് അല്ലാത്ത ആൾക്കാർ വന്നിട്ട് നോൻപ് കാലത്ത് സംസാരിക്കണമെന്നൊക്കെ പറയണപ്പോൾ എന്തോ ഒരു ഭീഷണമായ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ പറയാനോ ചോദിക്കാനോ അതും അവർ കാലത്തിൻ്റെ അതാണ് എഴുതിയിരിക്കണത്. എന്താ എഴുതിയിരിക്കണത്? വായിച്ചേ. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് അല്ല, ദൈവത്തിന്റെ അഭിരുചിക്കല്ല, തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. അപ്പൊ മനുഷ്യൻ്റെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടിയിട്ട് മനുഷ്യനെ ദൈവമാക്കാനുള്ള തത്രപ്പാടുകൾ കാണിച്ചു കൂട്ടുന്നത്. ഈ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല. അപ്പോൾ സാത്താൻ എങ്ങനെ വളരെ തന്ത്രപരമായിട്ട് സാംസ്കാരികമായ അനുരൂപണം നടത്തണമെന്നറിയാമോ? സാത്താൻ അതായത് വൃക്ഷത്തിൽ നിന്ന് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറയുന്ന ഈശോ ആ തിരിച്ചറിയലിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. തിരിച്ചറിയലിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് ഒന്നാമത്തിൽ. രണ്ടാമത് സഭയോടുള്ള ഐക്യം. സഭയുടെ ഐക്യം എന്ന് പറയുമ്പോൾ കൗതാശികമായ ഐക്യമാണ്. വചനസാക്ഷ്യമായ ഐക്യം, സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളോടുള്ള ഐക്യം,
അങ്ങനെ ഒത്തിരിയേറെ ഐക്യങ്ങളുണ്ട്. സഭാ സമൂഹത്തോടുള്ള വേറിട്ട് നിൽക്കാതെ ഉള്ള കൂട്ടായ്മ, നമ്മൾ തന്നെ നമ്മുടെ ശിക്ഷ സ്വയം വലിച്ച് തലയിൽ വെക്കുന്ന പോലുള്ള, അതൊന്നും ദൈവം വെറുതെ വിടത്തില്ല. ശരിക്കും ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഇപ്പോൾ എനിക്ക് ചെയ്തു തന്ന, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഇന്ന് ഈ ആൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ മുമ്പാകെ ഞാൻ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പേര് ഡയന. ഞാൻ വന്നിരിക്കുന്നത് വയനാട് സ്വദേശിയാണ്. എൻ്റെ സ്വന്തം സ്ഥലം മീനങ്ങാടിയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ഓഗസ്റ്റ് 3-ാം തീയതിയാണ്. ഉടമ്പടിയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായി. ഞാൻ ഇന്നിവിടെ ഈ നിമിഷം നിൽക്കുന്നത് 2024 നവംബർ മുതൽ എനിക്കുണ്ടായിരുന്ന ഒരു രോഗം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് മൂലം എനിക്ക് കിട്ടിയ ഒരു രോഗ സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനാണ്. 2024 നവംബർ മുതൽ ഞാൻ വളരെ കഠിനമായ നടുവേദന മൂലം ബുദ്ധിമുട്ടി, ഒത്തിരി ബുദ്ധിമുട്ടായി. ഡോക്ടേഴ്സിനെ കണ്ടു, MRI എടുത്തു, എക്സ്റേ എടുത്തു, രോഗം കൺഫേം ചെയ്തു. ഡിസ്കിൻ്റെ വിഷയമാണ്, L4 L5 ഡിസ്കിൻ്റെ വിഷയമാണ്, നെർവ് കംപ്രഷൻ ആണെന്ന് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റുകൾ പലതും എടുത്തു. ആയുർവേദം ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അലോപ്പതി ചെയ്തു. അവസാനം കോഴിക്കോട് GMC ഓർത്തോ ഹോസ്പിറ്റൽ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ട്രീറ്റ്മെൻറ്റ് നടന്നു. അന്ന് മുതൽ 2 കാലിലും 3 കിലോ വീതം വെയിറ്റ് ഇട്ട്, ഒപ്പം പലതരം ഇഞ്ചക്ഷൻസ്, മെഡിസിൻസ് അല്ലാതെ അങ്ങനെ ഒരു 3-4 ദിവസം അവിടെ കിടന്നു. ഫെബ്രുവരി 1-ാം തീയതി മുതൽ 2-3 ദിവസം അവിടെ കിടന്നു. എനിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വീട്ടിലേക്ക് അവർ പറഞ്ഞയച്ച മെഡിസിൻസ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. വെയിറ്റും അതുപോലെ തന്നെ ഇട്ട് കിടക്കുന്നു. സൈഡ് ചെരിഞ്ഞ് വേണം കിടക്കാൻ. നമുക്ക് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം, ഡിസ്കിൻ്റെ വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അതികഠിനമായ വേദനയായിരിക്കും. നമ്മളുടെ ഓരോ ആവശ്യങ്ങളും ചെയ്യുവാൻ നമുക്ക് സാധിക്കില്ല. എഴുന്നേക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, എന്തിനേറെ ടോയ്ലറ്റിൽ പോകാൻ വയ്യ, കുളിക്കാൻ വയ്യ, എന്തിനൊരാളുടെ ഹെൽപ്പ് വേണം. ഡോക്ടർ എന്നോട് കിടക്കുക തന്നെ വേണം, വെയിറ്റിട്ട്, ഡേ ടൈം ഫുള്ളും വെയിറ്റിട്ട് കിടക്കണം. ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാം, ഒരു അരമണിക്കൂറൊക്കെ. ആ സമയത്ത് നമുക്ക് വെയിറ്റ് ഊരി തരാൻ ആൾ വേണം, ഇട്ട് തരാൻ ആൾ വേണം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ എടുത്തു തരാൻ ആൾ വേണം. അങ്ങനെ കുറേ മെഡിസിൻസ് 1-2 മാസം കൂടി തുടർന്ന് കൊണ്ടുപോയി. ഡോക്ടറെ ഇടയ്ക്ക് വന്ന് കൺസൾട്ട് ചെയ്യും. അവർ ട്രാക്ഷൻ മുതലായുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തും, പിന്നെയും തിരിച്ചു വിടും. അങ്ങനെ എനിക്ക് കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല. വെയിറ്റ് ഇട്ട് കിടന്ന് എൻ്റെ കഴുത്തിൻ്റെ എല്ലുകളെല്ലാം വിട്ടുപോകുന്നത് പോലെ ഭയങ്കര പെയിനായി. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇതിൽ നിന്നൊന്നും എനിക്ക് സൗഖ്യം കിട്ടില്ല എന്ന്. ഞാൻ നിലവിലെ ഉടമ്പടി എൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയായിരുന്നു, പുതുക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. ഞാൻ പരിശുദ്ധ അമ്മയിൽ ശരണപ്പെട്ടു. അമ്മ മാതാവേ, എനിക്ക് വേണ്ടി ഈശോയോട് അപേക്ഷിക്കണം, എൻ്റെ ഈ രോഗത്തിൽ നിന്ന് എന്നെ സുഖപ്പെടുത്താൻ. സമയത്തിൻ്റെ അധികാരിയായ അമ്മ മാതാവ് ഈശോയോട് എനിക്ക് വേണ്ടി അപേക്ഷിക്കണം. ഇന്ന് മുതൽ 10 ദിവസം അമ്മയെ തന്നിരിക്കുന്ന 4-5 തരം മെഡിസിൻസ് ഉണ്ട്. ഒരു മെഡിസിൻ ഞാൻ കഴിക്കില്ല. എനിക്ക് എന്നോട് പറഞ്ഞിരിക്കുന്ന വെയിറ്റ് ഇട്ട് കിടക്കാൻ പറഞ്ഞിരിക്കുന്ന വെയിറ്റും ഞാനിടില്ല. എനിക്ക് അമ്മ സൗഖ്യം തരണം, ഈശോയുടെ അമ്മ എനിക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി രജിസ്റ്റർ ചെയ്തു. ഓൺലൈൻ കിടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഉടമ്പടി വേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേയിരുന്നു. 2 ദിവസം കൊണ്ട് സമയത്തിൻ്റെ അധികാരിയായ അമ്മ മാതാവ് എനിക്ക് വേണ്ടി ഇടപെട്ടു. 2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. എഴുന്നേറ്റ് നടക്കാമെന്നായി. അത്യാവശ്യം എൻ്റെ ആവശ്യങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാം, ഫുഡ് കഴിക്കാം, അതിനൊന്നും പ്രശ്നമില്ല എന്നുള്ളതായി. എന്ന് വെച്ചാൽ പൂർണ്ണമായി രോഗം മാറിയെന്നല്ല, കുറച്ച് നാളും കൂടെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു മെഡിസിൻസും ഇല്ലാതെ, ഞാൻ എപ്പോഴും പറയും, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. പക്ഷേ എല്ലാവർക്കും മുമ്പിൽ അതൊരു സാക്ഷ്യമായിരുന്നു. പൂർണ്ണമായും മാറിയില്ലെങ്കിലും അത്രത്തോളം എനിക്ക് വ്യത്യാസം വന്നു. അങ്ങനെ മുൻപോട്ട് പോയി. യാത്ര ചെയ്യാവുന്നൊരു കണ്ടീഷൻ വന്നപ്പോൾ ഞാൻ മെയ് മാസം 31-ാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കാര്യങ്ങൾ എൻ്റെ നടുവിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അതിനെ തുടർന്ന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. അച്ഛൻ എനിക്കൊരു കാശുരൂപവും തന്നു, അനുഗ്രഹിച്ചു വിട്ടു. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ 90 ദിവസത്തെ ഉടമ്പടി കംപ്ലീറ്റായി. ഈ നിമിഷം വരെ എനിക്ക് യാതൊരു വേദനകളുമില്ല. എനിക്കൊരു എല്ലാ ജോലികളും ചെയ്യാം, അടിച്ചു വാരാം, തുടയ്ക്കാം. ഒരു വീട്ടമ്മ ഒരു വീട്ടിൽ എന്തെല്ലാം ചെയ്യാമോ ഞാൻ എല്ലാ വെയിറ്റുകളും എടുക്കുന്നുണ്ട്, എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. തമ്പുരാൻ്റെ കൃപയാൽ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പിനാൽ എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ അടുത്ത സാക്ഷ്യം 2023-ലുണ്ടായ എൻ്റെ ഒരു വിദേശയാത്രയെക്കുറിച്ചാണ്.
എൻ്റെ മകളുടെ അരികിലേക്ക് UK പോകേണ്ട ഒരു ആവശ്യം വന്നു. എല്ലാവർക്കും അറിയാം, യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുമ്പോൾ ഒരുപാട് പേപ്പേഴ്സ് ആവശ്യമാണ്. എൻ്റെ സർട്ടിഫിക്കറ്റ്സിലും പേപ്പേഴ്സിലും എല്ലാം കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ടായിരുന്നു, അത് തന്നെയല്ല ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് മോളുടെ അടുത്ത് പോകേണ്ടത് ആവശ്യമാണ്, ഇത് അമ്മയാണ് എനിക്ക്, അമ്മയുടെ ഇടപെടൽ മൂലമാണ് എനിക്കിത് സാധിക്കുന്നതെന്ന് എനിക്ക് എല്ലാവരുടെയും, എൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും സാക്ഷ്യപ്പെടുത്തണം. അതിനമ്മ അമ്മയുടെ ദിവസങ്ങളായ ബുധനാഴ്ചയോ ശനിയാഴ്ചയോ ആയിരിക്കണം എൻ്റെ പേപ്പർ വർക്കുകൾ തരേണ്ടത്, എൻ്റെ പേപ്പർ വരേണ്ടത്. അതുപോലെ പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട 2:30 എനിക്ക് UK ഇറങ്ങണം. ഈ 2 കാര്യങ്ങൾ ഞാൻ എൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ടു. ഞാൻ പക്ഷേ ഇവർ ആരോടും പറഞ്ഞിരുന്നില്ല. പരിശുദ്ധമ്മയുടെ ഇടപെടൽ മൂലം തന്നെ എനിക്ക് പേപ്പർ വന്നത്, വിസ അടിച്ചു കിട്ടിയത് ശനിയാഴ്ചയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ കിട്ടിയെന്ന്. എല്ലാവർക്കും ഒരു അതിശയം പോലെയാണ് പലതും പിന്നീട് നടന്നത്. എനിക്ക് 2 ഡേറ്റുകൾ അതുപോലെ കാണിക്കാൻ തുടങ്ങി, 15, 16 എന്നിങ്ങനെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും ഞാൻ പോകുന്നതെന്ന്. ഓഗസ്റ്റ് 15 വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം അന്നത്തെ ദിവസമാണ് ഞാൻ യാത്ര പുറപ്പെട്ടത്. തിരിച്ച് UK എത്തുന്നത് 16-ാം തീയതിയാണ്, ഓഗസ്റ്റ് 16. അപ്പോൾ ആ 2 ഡേറ്റും കറക്റ്റായിരുന്നു. അതുപോലെ ഇന്ത്യൻ ടൈം 3 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യേണ്ടത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഫ്ലൈറ്റ് അരമണിക്കൂർ മുൻപേ ഇറങ്ങുന്നുവെന്ന് അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. പരിശുദ്ധ അമ്മ എൻ്റെ ആ നിസ്സാരിയായ എൻ്റെ വാക്കുകൾക്ക് ഇത്രത്തോളം വില തന്നതിന്, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷിയാക്കിയതിനും ഞാൻ നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ UK വെച്ച് തന്നെയാണ്. ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, ഞാൻ എൻ്റെ മകളുടെ കുഞ്ഞിനെ എടുത്ത് ഒരു വലിയ ഗ്ലാസ് വിൻഡോയുടെ എയർപോർട്ടിൻ്റെ ഒരു ഭാഗം പോലെ എനിക്ക് തോന്നിയത്. ഗൾഫിലെല്ലാം യൂറോപ്യൻ കൺട്രീസിലെല്ലാം വിൻഡോസൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്നു, 12 എന്നൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു, 12 ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതി കാണിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തായിരിക്കും ഞാൻ കണ്ടത്. മോളെ, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടല്ലോ മോളെ എന്ന് മോളോടും പറഞ്ഞു. പക്ഷേ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഞാൻ റിട്ടേൺ വരുന്ന ദിവസം 12-ാം തീയതി ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ടിക്കറ്റ് 12 മണിക്കായിരിക്കും, ഒന്നുകിൽ അവിടെ നിന്ന് പുറപ്പെടുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങുന്നത്. പക്ഷേ നോക്കുമ്പോൾ 12-നൊന്നും ഞാൻ പോകുന്നില്ല അവിടുന്ന്. പിന്നെ എന്തായിരിക്കും എന്നിങ്ങനെ ഒരു ചോദ്യം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഡിസംബർ മാസം 12-ാം തീയതി ഞാനും മക്കൾ 2 പേരും ജോലിക്കായി പുറത്താണ്. ഞാൻ കുഞ്ഞിനെ എടുത്ത് അവരുടെ ആ വിൻഡോ സൈഡിൽ നിൽക്കുമ്പോൾ, വലിയ വിൻഡോ ആണ്, ഭിത്തി ഫുള്ളായിട്ട് വരുന്ന ഗ്ലാസ് വിൻഡോയാണ്. ഞാനങ്ങനെ നിൽക്കുമ്പോൾ നല്ല പ്രകാശം അടിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുഞ്ഞിനെ എടുത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ പൈൻ മരങ്ങളുടെ കവരകൾക്കിടയ്ക്ക് കൂടെ സൂര്യൻ ഇങ്ങനെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്ന് നിൽക്കുന്നത് പോലെ നന്നായി തെളിഞ്ഞ് കാണുന്നു. അതിനുള്ളിൽ കൃപാസനത്തിലെ അമ്മ നിൽക്കുന്നതായിട്ട് കാണാനുള്ള ഭാഗ്യം, നേരിൽ കാണാനുള്ള ഭാഗ്യം എന്നെ അതിനനുവദിച്ചതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം അന്ന് രാത്രി പ്രാർത്ഥിച്ച് കിടന്നതിന് ശേഷം ഈശോയെ അതുപോലെ ഞാൻ സ്വപ്നത്തിലാണ് കാണുന്നത്. പക്ഷേ ഈശോ ഇതുപോലെ സൂര്യനിൽ നിൽക്കുന്നു, ജപമാല കയ്യിലേന്തിയ ഈശോയെ ഞാൻ അങ്ങനത്തെ ഒരു പടമോ എവിടെയും രൂപമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ തിരഞ്ഞു, ഈശോ ജപമാല പിടിച്ച് നിൽക്കുന്നതുണ്ടോ എന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു രൂപം കണ്ടു. 2 ലൈനിൽ ഏത് ലാംഗ്വേജ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഒറ്റ നോട്ടേ കണ്ടുള്ളൂ. 2 ലൈൻസും എഴുതി പോകുന്നു ആ സൂര്യനിൽ, അതെനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്ന്. പിന്നീട് ഇങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ ഓരോ സമയങ്ങളിലും പല കാര്യങ്ങൾ എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും നിയോഗങ്ങളായി ഞാൻ വെച്ചതെല്ലാം തന്നെ സാധിച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും തമ്പുരാൻ അങ്ങനെ ഒരു കൃപ എനിക്ക് തരുന്നുണ്ട്. തൈലം തേച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും തന്നെ സൗഖ്യം കിട്ടുന്നതായി. മാരക രോഗങ്ങളല്ല, അത്രത്തോളം യോഗ്യത എനിക്കില്ല, എന്നാലും അവരുടേതായ ചെറിയ രോഗങ്ങളൊക്കെ എന്നോട് പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് മാറ്റം വരുന്നതായിട്ട് എനിക്ക് കാണുവാനിടയായിട്ടുണ്ട്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. ശാരീരികമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെറുതായിട്ടാണെങ്കിലും ചെയ്യാറുണ്ട്. അല്ലാതെ ഭൗതികമായ സാഹചര്യങ്ങൾ, സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനായാലും പണമായാലും ചെറിയ രീതിയിൽ, വലിയതൊന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് സാധിക്കാറുണ്ട്. അതുപോലെ രോഗികളായിട്ട് എൻ്റെ കൺമുമ്പിൽ വരുന്നവരെ വെറുങ്കയോടെ മടക്കി അയക്കാതിരിക്കാനുള്ളൊരു കൃപയും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ UK പോയപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നു. എനിക്ക് കാരുണ്യ പ്രവൃത്തികളൊന്നും ചെയ്യാൻ അവിടെ അവസരങ്ങളില്ലായിരുന്നു. ഞാൻ അന്നേരം ചെയ്തിരുന്ന കാരുണ്യ പ്രവൃത്തി എന്നാണെന്ന് വെച്ചാൽ, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ അറിവിലും പരിചയത്തിലുമുള്ള എല്ലാ രോഗികളെ, അതുപോലെ ഞാൻ ഫേസ്ബുക്കിലോ അല്ലാതെയോ കണ്ടിട്ടുള്ള രോഗികളെ, അവരെല്ലാം സമർപ്പിച്ച് ഒരു ദിവസം അവർക്ക് വേണ്ടി ഉപവാസം എടുക്കുക എന്നതാണ് അന്ന് ഞാൻ കണ്ട കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളത്.
പിന്നീട് ഇങ്ങോട്ട് ഓരോ നിമിഷവും പ്രേക്ഷിത പ്രവർത്തനമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉടമ്പടി ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഉടമ്പടി മുതൽ ഇതിപ്പോൾ 7ാമത്തെ തവണയാണ് ഉടമ്പടിയിൽ നിൽക്കുന്നത്. ദൈവം എന്നെ അനുവദിച്ചതിന് നന്ദി പറയുന്നു, പരിശുദ്ധ അമ്മയോടും നന്ദി പറയുന്നു. ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരാളെങ്കിലും എൻ്റെ കൺമുൻപിൽ വന്നാൽ അവരോട് ഈശോയോടും ഈശോയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറയാൻ എനിക്കൊത്തിരി ഇഷ്ടമാണ്. അവരിലെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ എന്നിലൂടെ സംസാരിക്കുന്നുണ്ട് എന്ന്, ഈശോ എന്നിലൂടെ സംസാരിക്കുന്നുണ്ട്, പരിശുദ്ധമ്മ എന്നിലൂടെ സംസാരിക്കുന്നുണ്ടെന്ന് അവരെന്നോട് പറയാറുണ്ട്. അതുപോലെ പത്രം ഞാൻ എവിടെ പോയാലും ഞാൻ ഒരു പത്രമെങ്കിലും ഏത് ജില്ലയിൽ പോയി 7 ജില്ലകളിൽ പോയിട്ടുണ്ട്. ആ 7 ജില്ലകളിലും ഞാൻ പത്രം കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. അവരോട് വെറുതെ ഞാൻ കൊടുക്കാറില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ച കാര്യം പറയാതെ വെറുതെ കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. സംസാരിച്ചിട്ട് തന്നെയാണ് കൊടുക്കുക. കാര്യങ്ങൾ പറഞ്ഞ് കൃപാസനത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ പറഞ്ഞ് ഒരു ബസ്സിൽ കയറിയാൽ പോലും ഞാൻ അടുത്തിരിക്കുന്ന ആളോട് കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് തൈലം തേച്ച്, രോഗികളായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി തേച്ച് കൊടുത്ത് വിശ്വാസപ്രമാണം ഷെയർ ചെയ്ത് കൊടുത്ത് യൂട്യൂബിൽ കൃപാസനം ചാനലെടുത്ത് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഈ നിമിഷം വരെയും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഇന്നെൻ്റെ പ്രാർത്ഥന എൻ്റെ നിയോഗങ്ങൾ നടക്കുക എന്നുള്ളതല്ല. നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കാറുണ്ട്, പക്ഷേ എൻ്റെ ആഗ്രഹം അതല്ല. ഞാനും എൻ്റെ കുടുംബവും വിശുദ്ധിയോടെ ഈശോയുടെ മുമ്പിൽ ഈശോയുടെ നാമമഹത്വത്തിനായി എന്നെ എൻ്റെ കുടുംബത്തെ ഉപയോഗിക്കണം. നിത്യതയിലേക്ക് ഞങ്ങൾ ഒരുങ്ങണം. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. എല്ലാവരും ദൈവാശ്രയത്തിലാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും എന്നും ജീവിതാവസാനം വരെയും ഉടമ്പടിയിൽ നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മക്കളും ഉടമ്പടിയിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കുടുംബം ഒന്നായി ഉടമ്പടിയിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനെന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ത്വൈക ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി. എൻ്റെ പേര് ജിൻസി. എൻ്റെ വീട് ഇടുക്കിയിലാണ്. ഇതെൻ്റെ മോള് റിയാന. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഉടമ്പടി വഴി കിട്ടിയ രോഗസൗഖ്യങ്ങൾക്കും അല്ലാതെ കിട്ടിയ പരീക്ഷാ വിജയത്തിനുമെല്ലാം നന്ദി പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഒരു 4 മാസം മുമ്പ് തൈറോയിഡിന് സർജറി ചെയ്തു. ശരിക്കും അത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു സർജറി ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ കർത്താവിന് എന്തെങ്കിലും കൊടുക്കണം, ഈശോയ്ക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഓക്കെ സർജറി ചെയ്യാം, അതുകൊണ്ട് എനിക്ക് കുറച്ച് സഹനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സഹനങ്ങൾ ഉണ്ടാവുമ്പോഴേക്കും അത് ഈശോയ്ക്ക് സമർപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ സർജറി ചെയ്യാൻ തീരുമാനിച്ചത്. സർജറിക്ക് പോയി, സർജറി ചെയ്തു. സർജറി കഴിഞ്ഞൊരു 4ാമത്തെ ദിവസം ആയപ്പോഴേക്കും എനിക്ക് കാൽസ്യം കുറഞ്ഞ് ടെറ്റനി എന്ന് പറഞ്ഞിട്ടൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായി. അങ്ങനെ 3 ദിവസം ICUവിലായി. ICUവിൽ കിടന്ന സമയത്ത് നമ്മൾ ഫുള്ളി പാരലൈസ്ഡ് മാതിരി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ കിടന്നപ്പോൾ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കൊണ്ടുവന്ന് സിസ്റ്റേഴ്സിനെ കൊണ്ട്, എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ എനിക്കൊന്ന് ബെഡിൽ കയറി കിടക്കണമെങ്കിൽ പോലും 2 പേരെ സപ്പോർട്ട് വേണമായിരുന്നു. അങ്ങനെ ആ സിസ്റ്റേഴ്സിനെ കൊണ്ട് അവർ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി എൻ്റെ നെറ്റിയിൽ തൈലം പുരട്ടുകയും ഉടമ്പടി ഉപ്പ് തരുകയൊക്കെ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് ICUവിൽ നിന്ന് ഇറങ്ങി ഒരു ദിവസം അതിൻ്റെ ക്ഷീണം, കാൽസ്യം കുറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട്. ആ സമയത്ത് എൻ്റെ കക്ഷത്തിൽ നീര് മാതിരി വന്നു. ആദ്യം ലെഫ്റ്റ് സൈഡിൽ വന്നു, എന്നിട്ട് പിന്നെ ബ്രസ്റ്റിൻ്റെ സൈഡിലോട്ടുകൂടെ വന്നിട്ട് അവിടെ ഭയങ്കര കല്ലിപ്പായി. പിന്നെ റൈറ്റ് സൈഡിലും അങ്ങനെ തന്നെ വന്നു. ആ സമയത്ത് എനിക്ക് തീരെ വയ്യ, ഏറ്റിരുന്ന് പ്രാർത്ഥന കൂടാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ ഉടമ്പടി ധ്യാനം അന്നേ ദിവസം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ നെറ്റിയിൽ കൈ വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രാർത്ഥിക്കണേ. അപ്പോൾ ആ സമയത്ത് അച്ഛനിങ്ങനെ വിളിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അച്ഛൻ്റെ മെസ്സേജ് നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണ ആളെ ഈശോ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു കേട്ടു. ഞാൻ അതിനോട് ബാക്കി അടിച്ച് കേട്ടപ്പോൾ സെയിം അത് തന്നെയാണ് കേൾക്കണേ. സാധാരണ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കണ ആളെ ഈശോ അനുഗ്രഹിക്കണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കേൾക്കണേ. അതിനുശേഷം വീണ്ടും അച്ഛൻ പറയുന്നുണ്ട്, സാധാരണ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ബോഡി പാർട്ട് അവിടെ ഇപ്പോൾ ഹാർഡായിട്ടായിരിക്കണം, അങ്ങനെയുള്ള ആളെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. വീണ്ടും അടുത്ത മെസ്സേജ് പറയുന്നുണ്ട്, വലത് കക്ഷത്തിൽ വീക്കം, നീര്, അങ്ങനെ എന്തോ ഉള്ള ആളെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് ഉറപ്പായി വീണ്ടും ഇങ്ങനെ എനിക്ക് വേണ്ടി തന്നെ മെസ്സേജ് വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അന്നേ ദിവസം രാവിലെ ഡോക്ടർ, ഒരു സർജൻ വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞത് കക്ഷത്തിൽ പഴുപ്പുണ്ടോ എന്ന് സംശയമുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ അത് പരിശോധിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഓൾറെഡി കഴുത്ത് സർജറി ചെയ്ത് വെച്ചേക്കാം, ഇനി വീണ്ടും കക്ഷത്തിലൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്നേ ദിവസം രാത്രിയിൽ ഒരു സീനിയർ സർജൻ വന്നിട്ട് പറഞ്ഞു, ഇത് പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കുറച്ച് ദിവസമായിട്ട് എനിക്കത് മാറിപ്പോയി. അതിനുശേഷം എൻ്റെ മോൾക്ക് എൻ്റെ സർജറി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും
ഇവൾക്ക് ഭയങ്കരമായിട്ട് വയറുവേദന ഉണ്ടായി. അത് സിവിയർ പെയിൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ സർജറിക്ക് 2 മാസം മുമ്പ് ഇവൾക്കൊരു അപ്പൻഡിസെക്ടമി ചെയ്തായിരുന്നു. അത് ആ സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായതാണോ ഇപ്പോഴത്തെ ഈ വയറുവേദനയ്ക്ക് കാരണം എന്നറിയത്തില്ലാതായി. അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ കുടലെങ്ങാനും ഒട്ടിപ്പോയിട്ടുണ്ടാവും, അങ്ങനെ വല്ലതുമാണോ ഇത്ര പെയിൻ വരാൻ കാരണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളൊരു ഗ്യാസ്ട്രോയെ കാണാൻ പോയി. ഗ്യാസ്ട്രോയുടെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം, പിന്നെ എൻഡോസ്കോപ്പി കൂടെ വേണ്ടി വന്നാൽ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഓൾറെഡി എൻ്റെ മോൾ ഭയങ്കര സിക്കായിട്ടിരിക്കുകയാണ്, അതിൻ്റെ കൂടെ ഒരു എൻഡോസ്കോപ്പിയും കൂടി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഓക്കെ പിറ്റേ ദിവസം ഫാസ്റ്റിങ്ങിൽ വന്ന് വേണം സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു ഈശോയ്ക്കും മാതാവിനും പറ്റാത്തതായിട്ടൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ ഏത് ഡോക്ടറെ എങ്ങനെ കണ്ടെന്ന് പറഞ്ഞാലും ഈശോയും മാതാവും സഹായിച്ചില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഹോസ്പിറ്റലിലാണ്, ഇടുക്കിയിൽ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവിടെ തന്നെ ഞാൻ സ്കാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അവിടെ രാവിലെ സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ ആ മുറ്റത്തെത്തുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. പിന്നെ ഞാനിങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം സ്കാൻ ചെയ്യാൻ കയറ്റുമ്പോഴെല്ലാം ഞാൻ നമ്മുടെ ഉടമ്പടി തൈലം എടുത്ത് അവരുടെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു ചേച്ചി ആളുടെ കഴുത്തിൽ ഒരു കൊന്തയുണ്ട്, നമ്മുടെ ഇവിടുത്തെ കൊന്തയാണ്, കൃപാസനത്തിലെ കൊന്തയൊക്കെ ഇട്ട് നിൽക്കണു. ആ ചേച്ചി എൻ്റെ നേരെ നോക്കി ചിരിക്കണുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ഒരു പോസിറ്റീവായിട്ട് തോന്നി. അതിനുശേഷം ഞാനിങ്ങനെ ഒരു വചനം എടുക്കുമ്പോഴേക്കും വചനം കിട്ടുകയാണ്, നിൻ്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒക്കെ എനിക്കൊരു വിശ്വാസം കൂടിയോ, കാരണം പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. എന്നിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നോർമലാണ് സ്കാൻ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടുത്തെ തന്നെ ഒരു സർജനെ കാണിച്ചു, എന്താണെങ്കിലും നമുക്ക് വയറുവേദനയുണ്ട്. അപ്പോൾ സാറ് കുറച്ച് മെഡിസിൻസൊക്കെ തന്നു, കുറച്ച് ദിവസം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ മാതാവും ഈശോയും കൂടി അങ്ങനെ ഒരു രോഗസൗഖ്യം തന്നു. പിന്നെ എൻ്റെ മോള് സർജറി അപ്പൻഡിസെക്ടമി ചെയ്തിട്ട് ഒരു 8 ദിവസമായപ്പം ഇവൾക്ക് എക്സാം ഉണ്ടായിരുന്നു, +2 പബ്ലിക് എക്സാമിൻ്റെ സമയത്ത് ഇവൾക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റാത്തതുകൊണ്ട് താഴത്തെ ഫ്ലോറിലിരുന്നൊക്കെയാണ് എക്സാം എഴുതിച്ചത്. അപ്പം അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ ഈ സർജറിയും കഴിഞ്ഞിട്ട് 8 ദിവസമായപ്പോൾ പോയി എക്സാം എഴുതുമ്പം ഒത്തിരി നല്ല റിസൾട്ട് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് 99.3% മാർക്ക് കിട്ടി, സ്കൂൾ ടോപ്പറായി. ഇതൊന്നും മീൻസ് സ്കൂൾ ടോപ്പർ ആവാനുള്ള മാത്രം അവൾ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈശോയും അമ്മയും വളരെ വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നത്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലായതുകൊണ്ട് അവിടെ ഒത്തിരി പൈസ ഇല്ലാത്ത ആളുകളൊക്കെ വരാറുണ്ട്. അവർക്ക് ആവശ്യമനുസരിച്ച് മീൻസ് എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് ഞാൻ അവർക്ക് പൈസ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും ഇല്ലാതെ വരുവാണെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്, ഫുഡ് മേടിച്ച് കൊടുക്കും. പിന്നെ അനാഥാലയങ്ങളിൽ പോയിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഫുഡ് മേടിച്ച് കൊടുക്കും, അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് സർജറിക്ക് മുമ്പ് ഞാൻ എല്ലാ മാസവും ഇവിടെ ഇടുക്കിയിൽ നിന്ന് ഒരു വണ്ടിക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് എല്ലാ മാസവും ഞങ്ങളങ്ങനെ വരാറുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും മാക്സിമം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ രാവിലെ വിശുദ്ധ ബലിക്ക് പോവാറുണ്ട്. പിന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്, അരമണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വായിക്കാറുണ്ട്. പിന്നെ രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും അതിൽ പങ്കെടുക്കാറുണ്ട്. ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളിൽ എല്ലാ ചൊവ്വാഴ്ചയും ചിലപ്പോൾ എനിക്ക് കൂടാൻ പറ്റാറില്ല, പക്ഷേ ഞാൻ ആ ആഴ്ചയിൽ തന്നെ എന്താണേലും കൂടി തീർക്കാറുണ്ട്, ധ്യാനം കൂടും. പിന്നെ പത്രം കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ തന്നെ അങ്ങനെ വരുന്ന രോഗികൾക്ക് കൊടുക്കും. ചിലപ്പോൾ ഞാൻ പോണ വഴിക്ക് ആരെങ്കിലും ഒക്കെ കാണും, പരിചയമുള്ളവരോ അല്ലാത്തവരൊക്കെ കണ്ടാൽ ഞാൻ അവിടെ ജസ്റ്റ് വണ്ടി നിർത്തി അവരോട് പറഞ്ഞ്, ഒത്തിരി വിശദമായിട്ടൊന്നും സംസാരിക്കാറില്ലെങ്കിലും പക്ഷേ ഞാൻ അത്യാവശ്യം പറഞ്ഞാലേ ഞാൻ പ്രാർത്ഥിച്ച് പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കുറേ പേര് ഞാൻ മൂലം ഇവിടെ വരാനും ഉടമ്പടി എടുക്കാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അവർക്കും ദൈവം ഒത്തിരി അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ എൻ്റെ വീട്ടിൽ ഒത്തിരി പേർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, അല്ലാതെ രോഗശാന്തിയും അല്ലാതെയും. പക്ഷേ ആൾക്കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല. എല്ലാം ഇത്രയൊക്കെ ചെയ്തു തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി, പിന്നെ ഇത്രയും പേരുടെ മുമ്പിൽ ഈശോയും അമ്മേനെ മഹത്വപ്പെടുത്താനായിട്ട് ഒരു അവസരം തന്ന കർത്താവിന് ഒത്തിരി നന്ദി. ആദ്യം തന്നെ എനിക്ക് ആൾത്താറിൽ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിനും എൻ്റെ മാതാവിനോടും ഈശോയോടും 1000 നന്ദി. എൻ്റെ പേര് കൃഷ്ണപ്രിയ, ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യം കൃപാസനത്ത് വരുമ്പം എനിക്ക് കൃപാസനത്തെ പറ്റിയോ ഉടമ്പടിയെ പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒരു അക്രൈസ്തവാണ്, എന്നാലും ഞാൻ കുഞ്ഞിലെ തൊട്ടേ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച ഞാൻ പള്ളിയിൽ പോയിട്ട് വന്ന് കിടന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ്, മാതാവ് വന്ന് എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നതായിട്ട്.
അപ്പം ഞാൻ ആ ഒരു വൈബ്രേഷൻ എനിക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് അന്നൊന്നും കൃപാസനത്തെ പറ്റി അറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അറിയായിരുന്നു. അമ്മ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പം അമ്മ എപ്പോഴും പറയും അതുപോലെ കൃപാസനം പോലെ ഒരു പള്ളിയുണ്ട്, നമുക്ക് അവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഞാനത് ആദ്യം വലിയ കാര്യമാക്കില്ല. അത് കഴിഞ്ഞ് എനിക്ക് ഈ സ്വപ്നം വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ വരാനുള്ള കാരണം ഞാൻ അയർലാൻഡ് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ എനിക്കൊരു ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ലായിരുന്നു. എല്ലാം ക്ലോസ് ആയി, എനിക്കിനി മുമ്പോട്ടൊന്നും ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ നിന്നപ്പം എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം എൻ്റെ കൂട്ടുകാരി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, പുള്ളിക്കാരി എനിക്ക് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ അയച്ചു തന്നിട്ട് പറഞ്ഞു, നീ ഇതിൽ റിക്വസ്റ്റ് ഇട്, എന്നിട്ട് പ്രാർത്ഥിച്ചു നോക്ക്, മാതാവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അതിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. ഞാൻ ഇട്ടത് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് എവിടെയെങ്കിലും എത്തണം, എനിക്ക് രക്ഷപ്പെടണം എന്നായിരുന്നു. അപ്പം ഞാൻ ആ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ആഴ്ച തന്നെ ഒരു ഇൻ്റർവ്യൂ വരികയാണ്. മാൾട്ടയിലോട്ടുള്ളൊരു ഇൻ്റർവ്യൂ വന്നു. ഞാനത് ലാസ്റ്റ് ഇയർ ഓൾറെഡി അവരോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ അയർലാൻഡ് തന്നെ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ തന്നെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു ഇതുപോലെ ഇൻ്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ ഞാൻ ഈ ഡെയിലി ബ്രെഡൊക്കെ കേൾക്കുമായിരുന്നു. എൻ്റെ ഫ്രണ്ട് അയച്ചു തന്ന ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു. പക്ഷെ അതെങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. 5:30 പ്രാർത്ഥിക്കേണ്ടതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ചിലപ്പോൾ രാവിലെ എണ്ണിക്കുമ്പോൾ ഉടനെ ആ പ്രാർത്ഥന കേൾക്കും. അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ മാധവനോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്, എനിക്കിത് കിട്ടുവാണെങ്കിൽ ഞാൻ വരും, ഞാൻ ഉറപ്പായിട്ട് മാധവനെ വന്ന് കാണും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനായിരുന്നു. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, കാരണം എനിക്കൊരു മെറിറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്കത് വലിയൊരു ഇതായിട്ട് തോന്നില്ല. ഞാൻ വിചാരിച്ചു നോക്കി ഇത് ഞാൻ ക്ലിയർ ആവും എന്നുള്ള മൈൻഡിലായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ സ്റ്റാർട്ടായപ്പം നെറ്റ് ഇഷ്യൂസ് വന്നു. ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കുന്നില്ലായിരുന്നു. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നതാണെങ്കിൽ അതൊട്ട് ക്ലിയറും അല്ലായിരുന്നു. എനിക്കറിയാത്ത രീതിയിലാണ് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ എനിക്ക് മനസ്സിലായി എനിക്കിത് കിട്ടത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അന്ന് എനിക്കറിയില്ലായിരുന്നു ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടത്തില്ല ഞാൻ ഉറപ്പിച്ചു. പക്ഷെ പിറ്റേന്ന് അവരെന്നെ വിളിച്ചു പറഞ്ഞു ഇൻ്റർവ്യൂവിന് സെലക്ട് ആയിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ട് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാധവനോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നു, മാധവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതുപോലാണ് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ട് ഉടനെ ഉണ്ട്, മാധവ് വേണം എന്നെ അതിൽ ജയിപ്പിക്കാൻ, എനിക്ക് വേറെ വഴിയില്ല, എനിക്കിതിലൂടെ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് ഞാൻ മാധവനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു പറഞ്ഞു. ഇവിടെ തിരക്കിയപ്പോഴാണ് ഇതുപോലെ ഉടമ്പടി കാര്യങ്ങളുള്ളതായിട്ടൊക്കെ എന്നോട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ ഞാൻ വരും കേട്ടോ, ഉടമ്പടി എടുക്കാൻ വരും എന്ന് ഞാൻ പറഞ്ഞു. പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ആ ഇൻ്റർവ്യൂവറും നല്ല ഹാപ്പി ആയിരുന്നു, എനിക്ക് നല്ല സന്തോഷമായി. പിറ്റേന്ന് റിസൾട്ട് വന്നു, എനിക്ക് കിട്ടി, ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരാനായിട്ട് നോക്കുമ്പോഴൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഒരുപാട് തടസ്സങ്ങളായിരുന്നു. നാളെ വരാമെന്ന് വിചാരിക്കുമ്പം പെട്ടെന്ന് അച്ഛന് വയ്യാണ്ടാവുക, എനിക്ക് വരാൻ പറ്റുന്നില്ലായിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴും ഞാൻ പക്ഷേ പ്രാർത്ഥനയും അപ്പോഴും ഈ ഡെയിലി ബ്രെഡൊക്കെ കൂടുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് കാണുന്നൊരു സ്വപ്നം എന്ന് വെച്ചാൽ ഞാൻ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഫ്രണ്ടിലൊരു അമ്മ നിൽക്കുന്നു, ബ്ലൂ ആൻഡ് വൈറ്റ് കളർ ഡ്രസ്സിട്ട്. പുള്ളിക്കാരി എൻ്റെ കയ്യിലൊരു ജപമാല തന്നു, എന്നിട്ട് എൻ്റെ കവിളിൽ തട്ടി. എനിക്ക് ഞാൻ ഉറക്കത്തിൽ കിടന്ന് ഭയങ്കരമായിട്ട് കരയാണ് സന്തോഷം കൊണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി മാധവ് പോന്നോ എന്ന് പറയുകയാണെന്ന്. ഞാൻ അങ്ങനെ ആ ആഴ്ച തന്നെ ഞാൻ വന്നു. മെയ് 19, 2025 ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ രാവിലെ 5:30 പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ഈ 5:30 എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ 5:30 എണ്ണിച്ച് പ്രാർത്ഥിക്കുമെന്ന്. ഞാനതും മാതാവിനോട് പറഞ്ഞു, എങ്ങനെ ഞാൻ ഈ 5:30 എണ്ണിക്കുന്നേ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്നേ തൊട്ട് ഇന്നേ വരെ എല്ലാ ദിവസവും ഞാൻ കറക്റ്റ് 5:30 തന്നെ പ്രാർത്ഥന കൂടും. ഞാൻ അലാറം കേട്ടില്ലെങ്കിൽ പോലും ഞാനത് എണ്ണിച്ച് പ്രാർത്ഥന കൂടിയിരിക്കും. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എൻ്റെ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തിട്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. വർക്ക് പെർമിറ്റ് വരാൻ 4 മാസം അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 1.5-2 മാസം എടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 7-ന് തന്നെ എനിക്ക് എൻ്റെ വർക്ക് പെർമിറ്റ് വന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ വർക്ക് പെർമിറ്റ് കിട്ടി. പിന്നെ ഞാൻ അടുത്ത് കാണുന്ന സ്വപ്നം, ഞാൻ എൻ്റെ അമ്മയോട് പറയാണ് മാതാവ് ഇതുപോലെ 14-20 എന്ന് 2 ഡേറ്റ് പറഞ്ഞു, എനിക്ക് എന്താണെന്ന് അറിയില്ല എന്ന്. അപ്പം എനിക്കിങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം ഞാൻ തന്നെ മാതാവിനോട് ചോദിച്ചു. ഞാൻ എപ്പോഴും ഇങ്ങനെ മാതാവിനോട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു ഇതെന്താ 14-20 എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ആ സമയത്ത് ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ നോക്കിയപ്പം ഞാൻ കണ്ടു OETയുടെ എക്സാം ജൂലൈ 14-നും 28-നും ജൂൺ 14-28-നും ഉള്ളതായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ ഇതായിരിക്കും എന്നെ ഓർമ്മപ്പെടുത്തിയതെന്ന്. കാരണം ഞാൻ ഒന്നും കൂടെ OET വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി എഴുതാനിരിക്കുമായിരുന്നു. പക്ഷെ ഞാനത് മറന്നുപോയി. പിന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം ഞാൻ ഡേറ്റ് എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അപ്പം തന്നെ കോൺടാക്ട് ചെയ്തു. 14-ാം തീയതി ഡേറ്റ് ഇല്ലായിരുന്നു, 28-ാം തീയതി ഞാൻ ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വർക്ക് പെർമിറ്റ് വരുന്നത്. അപ്പോഴാണ് അറിയുന്നത് വർക്ക് പെർമിറ്റ് വന്ന് 45 ദിവസത്തിനകം നമ്മൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെയും അത് ലേറ്റ് ആവും, നമുക്ക് പറ്റത്തില്ല എന്നുള്ള.
അപ്പോൾ അന്ന് ഞാൻ ഡേറ്റ് എടുത്തില്ലായിരുന്നു, അന്ന് ഞാൻ ആ സ്വപ്നം കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴും ഡേറ്റ് എടുക്കത്തില്ലായിരുന്നു. എനിക്ക് പിന്നെ OET എഴുതാനും പറ്റത്തില്ലായിരുന്നു. അതൊരു തടസ്സമായേനെ. പക്ഷേ മാതാവ് എനിക്ക് അത് സ്വപ്നത്തിലൂടെ കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ 28-ാം തീയതി ഡേറ്റ് എടുത്ത് കഴിഞ്ഞ് വിസയുടെ ആപ്ലിക്കേഷൻസും ഡോക്യുമെൻറ്റ്സും ഒക്കെ ആയിട്ട് എനിക്കങ്ങനെ ശരിക്കും ഇത് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ OET ഓൺലൈൻ ട്രെയിനറാണ്. പക്ഷേ OET എഴുതിയവർക്കും പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ ആ ടൈം മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഞാൻ ആ എക്സാമിന് ഒരാഴ്ച മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് ചെയ്ത് നോക്കിയിട്ടൊന്നും പറ്റുന്നില്ലായിരുന്നു. ആ ടൈമിനുള്ളിൽ വരുന്നില്ല. എനിക്ക് C+ മതി, ജസ്റ്റ് പാസ് മതി. പക്ഷേ എനിക്ക് DC അതിലോട്ടായിരുന്നു സ്കോർ പോകുന്നത്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് അറിയത്തില്ല, എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് ചെയ്തിട്ട് പറ്റുന്നില്ല, എനിക്ക് ആൻസേഴ്സ് കിട്ടുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് എനിക്ക് അറിയില്ല. കിട്ടിയില്ലെങ്കിൽ അത് വലിയൊരു ഇത് നെഗറ്റീവ് ആവും. ട്രെയിനറായണൊക്കെ തോറ്റു എന്നുള്ള ഇതും, അതുമാത്രമല്ല ഇത്രയും ഇതായിട്ട് എന്താ കിട്ടാത്തേ എന്നുള്ള ഇതാവും. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് OET ഒന്ന് ജയിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്തായിരുന്നു IIT-യിലൊരു സാക്ഷ്യം കേൾക്കുന്നത്. അപ്പം ഞാനും മാതാവിനോട് അങ്ങനെ അടയാളങ്ങൾ ചോദിച്ചു. എനിക്ക് 7 എന്നുള്ള നമ്പറും, എനിക്ക് എൻ്റെ സ്പീക്കിംഗ് 2:30 ആയിരിക്കണം, എനിക്ക് എൻ്റെ സ്പീക്കിങ്ങിൻ്റെ എക്സാമിനർ ഒരു ഫീമെയിൽ ആയിരിക്കണം, അതും ബ്ലൂ ഗ്രീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സിലായിരിക്കണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹോൾ ടിക്കറ്റ് വന്നത് ജൂൺ 17-നായിരുന്നു. ആ നമ്പറിൽ, ആ കാൻഡിഡേറ്റ് നമ്പറിൽ 7 ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സ്പീക്കിങ്ങിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 3 മണിയായിരുന്നു. അപ്പം ഞാൻ മാധവനോട് പറഞ്ഞു, ഞാൻ 2:30 പറഞ്ഞു, പിന്നെ എന്താ 3 മണിയായി പോയേ എന്ന് ഞാൻ ചോദിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചേഞ്ച് ആവുമായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ 28-ാം തീയതി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. ഉപ്പും തൈലും ഒക്കെ ഉപയോഗിച്ചു, എക്സാം അറ്റൻഡ് ചെയ്തു. സ്പീക്കിങ്ങിന് സമയമായി. അപ്പം സ്പീക്കിങ്ങിന് ഞാൻ ബ്രേക്കിന് പോയപ്പോഴേ സ്പീക്കിങ്ങിൻ്റെ 2 എക്സാമിനേഴ്സിനെ ഞാൻ കണ്ടായിരുന്നു. ഒരാൾ മെയിലും ഒരാൾ ഫീമെയിലും ആയിരുന്നു. ഫീമെയിലിനെ ഞാൻ ദൂരെ നിന്നാണ് കണ്ടത്. പുള്ളിക്കാരി പക്ഷേ ബ്ലാക്ക് ഡ്രസ്സായിരുന്നു. മെയിലാണെങ്കിൽ ബ്ലൂ ഡ്രസ്സായിരുന്നു. അപ്പോഴും ഞാൻ മാധവനോട് പറഞ്ഞു, ഞാൻ ഫീമെയിൽ ഇൻ്റർലോക്യൂട്ടറിനല്ലേ ചോദിച്ചത്, പക്ഷേ പുള്ളിക്കാരി ബ്ലാക്ക് ആണല്ലോ, ഇനി മെയിലാണോ തരുന്നേ എന്നിങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞു വന്നു. സ്പീക്കിങ്ങിന് സമയമായി. എന്നെ വിളിച്ചത് 3 മണിയെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് 2:30 കറക്റ്റ് 2:30 എന്നെ സ്പീക്കിങ്ങിന് കൊണ്ടുപോയി. ആ മെയിൽ എക്സാമിനറും കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഫീമെയിലിൻ്റെ അടുത്തോട്ടാണ് പോകുന്നതെന്ന്. അങ്ങനെ ഫീമെയിൽ എക്സാമിനറിൻ്റെ അടുത്തോട്ട് പോയി. അകത്ത് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബ്ലാക്ക് ഡ്രസ്സ് അല്ലായിരുന്നു, ഡാർക്ക് ബ്ലൂ ആയിരുന്നു. എനിക്ക് ദൂരേന്ന് കണ്ടപ്പോൾ ബ്ലാക്കായിട്ട് തോന്നിയതായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നതെന്ന്. ഞാൻ ഹാപ്പി ആയിട്ട് സ്പീക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അവരോട് പേര് ചോദിച്ചപ്പം സാധാരണ അവരുടെ പേര് പറയും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേര് പറയും. പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് മേരി എന്നായിരുന്നു. അപ്പം ഞാൻ ഉറപ്പിച്ചു മാതാവ് തന്നെയാണ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നതെന്ന്. ഞാൻ സന്തോഷത്തോടെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്കറിയത്തില്ല ഞാൻ എന്താ എഴുതിയെന്ന് ഇപ്പോഴും. റീഡിങ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും എനിക്ക് അപ്പം തോന്നിയ ആൻസേഴ്സാണ് ഞാൻ എഴുതിയത്. എനിക്ക് ഉറപ്പില്ല. പക്ഷേ റിസൾട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ മാതാവ് എനിക്ക് തരുമെന്നുള്ളൊരു എനിക്ക് വിശ്വാസം നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിസൾട്ടിന് വെയിറ്റ് ചെയ്തു. ജൂലൈ 3-ന് ഞാനൊരു പാസ്പോർട്ട് സബ്മിഷന് പോയി. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുക്കുകയാണ്, ഇനി എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല, ഇനി എനിക്ക് എക്സാം എഴുതാൻ സമയവും ഇല്ല, ഇനി എന്നെ കൊണ്ട് എഴുതിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ ജൂലൈ 3-ന് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 12 മണിക്കാണ് സബ്മിറ്റ് ചെയ്തത്. തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ കൈ തട്ടി എൻ്റെ മെയിൽ ഓപ്പണായി. നോക്കിയപ്പോൾ എൻ്റെ OET റിസൾട്ട് വന്നു. 28-ാം തീയതി എഴുതി, 3-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. സാധാരണ 7 days ആണ്, വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. പക്ഷേ ഇത് നേരത്തെ റിസൾട്ട് വന്നു. പക്ഷേ ഞാൻ തുറന്നില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ തുറക്കത്തുള്ളൂ, മാതാവിൻ്റെ മുമ്പിലേ ഞാൻ ഓപ്പൺ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. വീട്ടിൽ ആരോടും പറഞ്ഞില്ല റിസൾട്ട് വന്ന കാര്യം. ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞു, റിസൾട്ട് തുറന്നു. ജസ്റ്റ് പാസ്സാക്കണമെന്നായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഫുൾ B ഉണ്ടായിരുന്നു OETക്ക്. 4 മൊഡ്യൂളിന് ഫുൾ Bയും നല്ല സ്കോറും തന്നെ തന്നു. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വിസയുടെ കാര്യങ്ങളായിരുന്നു. വിസയ്ക്ക് ഞാൻ കൊടുത്തു. വിസ കിട്ടാൻ 2 മാസം എടുക്കുമെന്ന് പറഞ്ഞു. 1.5 അല്ലെങ്കിൽ 2 മാസം എടുക്കും. വിസ ഇൻ്റർവ്യൂ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ വിസ ഇൻ്റർവ്യൂ 99% ആൾക്കാരെയും വിസയ്ക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിന് വിളിക്കുന്നവരാണ് കൂടുതൽ റിജക്ഷൻ വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു. ആ സമയത്തായിരുന്നു ജോസഫ് അച്ഛൻ ഡോക്യുമെൻ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞത്. എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി രാവിലെയും വൈകിട്ട് മാതാവിൻ്റെ ഫ്രണ്ടിൽ വെച്ച്, പ്രാർത്ഥനയുടെ കൂടെ ഫ്രണ്ടിൽ വെച്ച് ഉപ്പും തൈലോട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എന്നിട്ട് ഞാൻ അതിനകത്ത് എഴുതുന്നുണ്ടായിരുന്നു ഏതൊക്കെ ഡേറ്റാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്, അവിടെ എത്തിയത് ഏത് ദിവസമാണ്, പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത് ഏത് ദിവസമാണെന്ന്. അങ്ങനെ എഴുതി വന്നപ്പോൾ കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പം ഞാൻ മാധവനോട് പറഞ്ഞു, താണ്ട ഇവിടെ ഇനി ഒരെണ്ണം കൂടെ എഴുതാനുള്ള സ്ഥലമേ ഉള്ളൂ, അവിടെ ഞാൻ എൻ്റെ വിസ വന്നു എന്നേ എഴുതത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനകത്ത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതി ഞാൻ ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു.
എൻ്റെ കൂടെ ഉള്ളവരെയും എന്നെക്കാളും മുമ്പേ ഉള്ളവരെയും എന്നെ കഴിഞ്ഞിട്ടുള്ളവരെയും എൻ്റെ ഒപ്പം കൊടുത്തവരെ എല്ലാവരും ഇൻ്റർവ്യൂവിന് വിളിച്ചു. 99% അവർ പറഞ്ഞതുപോലെ തന്നെ 99% പേര് ഇൻ്റർവ്യൂവിന് വിളിച്ചു. പക്ഷെ എന്നെ മാത്രം വിളിച്ചില്ല. എന്നെ ആ 1% മാതാവിനെ രക്ഷിച്ചു. ഇൻ്റർവ്യൂ ഇല്ലാതെ എനിക്ക് എൻ്റെ വിസ കിട്ടി. ഈ മാസം 20 അടുത്ത ആഴ്ച ഞാൻ പോവുകയാണ് മാൾട്ടയ്ക്ക്. എൻ്റെ വിസയും എൻ്റെ ടിക്കറ്റും വന്നു. അത് വന്നത് എൻ്റെ വിസ ഞാൻ ഡേറ്റ് ഇട്ടിരുന്നത് 29 എൻ്റെ വിസ വരണമെന്നായിരുന്നു. 27 എനിക്ക് എൻ്റെ മെയിൽ വന്നു വിസ വന്നിട്ടുണ്ടെന്നുള്ളതും. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കിയത് ഓഗസ്റ്റ് 28, 2025 അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വിസ കയ്യിൽ കിട്ടി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എനിക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. എല്ലാം സ്പീഡായിട്ട് തന്നെ മാതാവ് എനിക്ക് ചെയ്തു തന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. പത്രം കൊടുക്കും എല്ലാ ആഴ്ചയും. ഞാൻ ഇതുവരെ ഉപവാസം ഞാൻ മുടക്കിയിട്ടില്ല. എനിക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അൾസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ നേരം വിശന്നിരിക്കാനൊന്നും പറ്റത്തില്ല. വിശന്നിരിക്കുമ്പോൾ എനിക്ക് ദേഹം വല്ലാണ്ട് വരും, അല്ലെങ്കിൽ വയറുവേദന വരും, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ എല്ലാ ആഴ്ചയും ഉപവസിച്ചിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഉപവാസത്തിൻ്റെ സമയത്ത് എനിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എല്ലാ ആഴ്ചയും ഒരു ദിവസം ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഞാൻ ഉപവസിക്കും, പത്രങ്ങൾ കൊടുക്കും. ഞാൻ കാണുന്നവരത്തൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും മാതാവിനെക്കുറിച്ച് ഞാൻ പറയാറുണ്ടായിരുന്നു. പിന്നെ ബൈബിൾ വായിക്കും. 30 മിനിറ്റ് ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. ആദ്യമൊക്കെ 30 മിനിറ്റ് തികയ്ക്കാനായിരുന്നു വായിക്കുന്നത്. പക്ഷെ ഇപ്പം 30 മിനിറ്റ് കഴിയുന്നത് അറിയാറില്ല. ആ ഒരു ഇതിലോട്ടായി. അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആളാണ്. എന്ത് ഒരു കാര്യങ്ങളും ഞാൻ ഭയങ്കരമായിട്ട് അതിനെ തിങ്ക് ചെയ്യും. പക്ഷേ ഈ ഉടമ്പടിയിലായി പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും മാതാവ് ഉണ്ടല്ലോ, നോക്കിക്കോളും എന്നുള്ളൊരിതായി. ഇത് ഉടമ്പടി ഈ സമയത്ത് തന്നെ എനിക്ക് ഇടയ്ക്ക് ആസ്മ ഡയഗ്നോസ് ചെയ്തായിരുന്നു. അപ്പോൾ പോലും എനിക്കൊരു ഒരു ഇതുമില്ലായിരുന്നു. ആസ്മയെങ്കിൽ ആസ്മ, മാതാവ് ഉണ്ടല്ലോ കൂടെ എന്നുള്ളൊരു മൈൻഡായി എനിക്ക്. പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ ധ്യാനം കൂടും, ജപമാല പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയും ഞാൻ ജപമാല പ്രാർത്ഥിക്കും. പറ്റുമ്പോഴൊക്കെ ഞാൻ ജപമാല ചൊല്ലാറുണ്ട്. ഇപ്പം മാതാവ് ഇപ്പം വീട്ടിലാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും മാതാവ് വീട്ടിലൊരാളെ പോലെ ആയി. എന്തുണ്ടെങ്കിലും മാതാവിനോട് പറയാം, അല്ലെങ്കിൽ മാതാവ് നോക്കും എന്നുള്ള ഇതായി. ഞാനാണെങ്കിലും ഞാൻ മാതാവിനോട് ഞാൻ എങ്ങനെയാണോ എൻ്റെ കൂട്ടുകാരിയോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് മാതാവിനോട് സംസാരിക്കാറ്. എൻ്റെ കാര്യങ്ങളല്ല ഞാൻ ഇതുപോലെ എന്തെങ്കിലും ചിലപ്പം മാതാവിനോട് സുഖമാണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എൻ്റെ പേന കാണുന്നില്ലല്ലോ അതെന്തി, അങ്ങനെയൊക്കെയാണ് ഞാൻ മാതാവിനോട് സംസാരിക്കാറ്. അതിനൊക്കെ ഞാൻ ചെറുതായിട്ട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളിലൂടെ എനിക്ക് മാതാവ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും എൻ്റെ സംശയങ്ങൾക്കൊക്കെ മാതാവ് എനിക്ക് ആൻസർ തരികയും ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം എന്നെ അനുഗ്രഹിച്ച് എനിക്കിവിടെ വന്ന് ആൾത്താരിൽ സാക്ഷ്യം പറയാൻ പറ്റും. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലീല. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. 2023 ഒക്ടോബർ 10 ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് വഴിയാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത്. അതുപോലെ തന്നെ നേരത്തെ മുതൽ യേശുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഓരോരുത്തർ പുതിയ നിയമമൊക്കെ തന്നിട്ടുണ്ട്, അതിൽ കൂടെയൊക്കെ ഞാൻ കുറച്ചൊക്കെ വായിച്ചൊക്കെ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് യൂട്യൂബ് വഴി ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത്. അങ്ങനെ ഞാനിവിടെ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി. 78 ലക്ഷം രൂപയുടെ കടബാധ്യതയുള്ള ഒരാളുടെ സാക്ഷ്യം കേൾക്കാൻ എന്നെ ഇടയാക്കി. അങ്ങനെ എനിക്ക് 13 വർഷമായി 10 ലക്ഷം രൂപയുടെ കടമുണ്ട്. അത് തീർന്നില്ല, ബാങ്കിലെ കടമാണ്. അങ്ങനെ ഞാൻ വിഷമത്തിലിരിക്കുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യുക എന്ന് തീരുമാനിച്ച് ഇരിക്കുന്ന സമയത്താണ് ഈശോ തന്നെ വന്ന് എന്നെ കൈ പിടിച്ച് അമ്മയുടെ തിരുനടയിൽ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ച് അന്ന് ഇവിടെ ഞാൻ വന്ന് അമ്മയെ കൃപാസനം ഒന്ന് കണ്ടിട്ട് പോകാനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അന്നേരം തന്നെ എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. ഉടമ്പടി എടുത്ത് അന്ന് മുതൽ അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും ഇവിടെ നടത്തുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കാണുന്നുണ്ട്. എങ്കിലും എല്ലാ കാര്യങ്ങളും അറിയാൻ എന്നെ ഒന്നും പറയത്തില്ല. ഞാൻ നല്ല വൃത്തിയായിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞു, പിന്നെ 90 ദിവസം കഴിഞ്ഞിട്ട് പുതുക്കി. അങ്ങനെ ഞാൻ 5 പ്രാവശ്യം പുതുക്കിയപ്പോഴും എനിക്ക് ഭയങ്കര തലക്കറക്കവും കാര്യങ്ങളുമാണ്. പക്ഷേ ഞാൻ ഇവിടുത്തെ പുണ്യഭൂമിയിൽ വന്ന് കാല് കുത്തിയ ആ നിമിഷം തന്നെ എൻ്റെ ഈ തലക്കറക്കം മാറി. തലക്കറക്കം എന്ന് വെച്ചാൽ ഇയർ ബാലൻസ് ആയിരുന്നു. ആ ഇയർ ബാലൻസ് മാറി. ഇന്നേ വരെ എനിക്കിങ്ങനെ ഒരു ഇയർ ബാലൻസ് ഉണ്ടായിട്ടുമില്ല. അതിപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. അമ്മയെപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമല്ലോ എന്ന് അങ്ങനെ ഞാൻ
പിന്നെ എൻ്റെ ജപ്തി നടപടിയാണ് എനിക്ക് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു വിഷയം. അതിന് ജപ്തി നടപടി ആദ്യമേ അവിടെ നോട്ടീസ് കൊണ്ടുവന്ന് വന്നു. അതും കൊണ്ട് ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചു. ഞാൻ ബാങ്കിൽ ചെന്നപ്പം അവിടെ അവർ പറഞ്ഞു ARനെ കാണാൻ പറഞ്ഞു. ഞാൻ പോയി ARനെ കണ്ടു. AR എന്നോട് പറഞ്ഞു, താങ്കൾ ഒരു കാര്യം ചെയ്യൂ, കുറച്ച് രൂപ കൊണ്ടുവന്ന് അടച്ചും വെച്ചു, മാസമായിട്ട് തുക അടച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമേ കുറച്ച് രൂപ കൊണ്ടുവന്ന് അടച്ചു. അത് ഞാൻ ആരോടും കടം മേടിക്കാതെ തന്നെ ദൈവം എനിക്ക് തന്നതാണ്, എൻ്റെ മാതാവ് തന്നതാണത്. അങ്ങനെ ഞാനത് അവിടെ കൊണ്ടുവന്ന് അടച്ചു കഴിഞ്ഞിട്ട് അടുത്ത മാസം ആയി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എൻ്റെ ഈ 3000 രൂപ എനിക്ക് 10,000 രൂപ വെച്ച് എനിക്ക് അടയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ കയ്യിൽ 3000 രൂപയേ ഉള്ളൂ അമ്മേ. എനിക്ക് മാസമായിട്ട് എനിക്ക് ലോൺ അടയ്ക്കുകയും വേണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ അക്കൗണ്ട് എവിടെ നിന്നാണെന്ന് പോലും എനിക്കറിയത്തില്ല 7000 രൂപ വന്നു. എനിക്കങ്ങ് പിന്നെ പേടിയായി, ദൈവമേ ഇതിനി എവിടെ നിന്ന് വന്നതാണ്, ആരുടെയെങ്കിലും അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ തെറ്റി വന്നതാണോ എന്നൊക്കെ എനിക്ക് ഭയങ്കര അങ്ങ് ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ എന്തായാലും വരട്ടെ, ആർക്കായാലും നമ്മൾ തിരിച്ചു കൊടുക്കുക. അതെടുത്ത് ഞാൻ ആ മാസത്തെ ലോൺ അടച്ചു. എന്നിട്ട് അടുത്ത മാസം മുതൽ എല്ലാ മാസവും എനിക്ക് ലോൺ അടയ്ക്കാൻ അമ്മ മാതാവ് എന്നെ സഹായിച്ചു. എന്നിട്ട് ഞാൻ അങ്ങനെ ഈ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയുണ്ട് ബാങ്കുകാർ പിന്നെയും ജപ്തിയല്ല ലേല നടപടിയായിട്ട് വീട്ടിൽ വന്നു. ലേലം ഒട്ടിക്കാൻ നോട്ടീസ് കൊണ്ടുവന്ന് തന്നു. അപ്പം ഞാൻ ആ കാർഡും കൊണ്ട് ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ടു. അച്ഛൻ പിന്നെ വെഞ്ചരിച്ച കാശ് രൂപം ഒക്കെ എനിക്ക് തന്നു. വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ച് ഇട്ടിട്ട് ഉപ്പുമൊക്കെ ഇടാൻ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ എല്ലാം ചെയ്തു. എന്നിട്ട് അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മരിയൻ ഉടമ്പടി ധ്യാനമായിരുന്നു. ആ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുന്നു, ജപ്തി നടപടിയുടെ കാര്യം തന്നെയാണ് അത് പറഞ്ഞത്. അപ്പം 44 ദിവസത്തിനുള്ളിൽ ആ ജപ്തി നടപടികൾക്കുള്ള ആൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും ഉപവാസത്തോടു കൂടിയാണ് ഞാൻ ഉടമ്പടി ധ്യാനം കൂടുന്നത്. ചൊവ്വാഴ്ച ദിവസം ഞാൻ ആര് മരിച്ചെന്ന് പറഞ്ഞാൽ പോലും ഞാൻ എങ്ങും പോകത്തില്ല. ഞാൻ ഉപവാസത്തോടു കൂടി ഇരുന്ന് ഉടമ്പടി ധ്യാനം കൂടും. എല്ലാ ചൊവ്വാഴ്ചകളും ഉടമ്പടി ധ്യാനം കൂടും. അപ്പോൾ ആ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ 44 ദിവസമല്ല, ആ 4 ദിവസം 4-ാം തീയതി 4 ദിവസം ആയപ്പം തന്നെ എൻ്റെ ജപ്തി നടപടി ഒഴിക്കുവാനുള്ള കാശ് എനിക്ക് കിട്ടി. പൈസ ഇല്ലായിരുന്നു. അത് അമ്മ മാതാവ് മുഖാന്തരം അത് അവിടെ വന്ന ബാങ്ക് മാനേജർ അവർക്ക് എങ്ങനെ അറിയാം എൻ്റെ മകളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു എന്ന്. മകളുടെ പൈസ എടുത്ത് അടയ്ക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് ലോൺ നിങ്ങളുടെ പൈസ എടുത്ത് അടയ്ക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എവിടെ നിന്നാണ് പൈസ? എൻ്റെ കുഞ്ഞ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ മാഡം കൊടുത്താണ് അവർക്ക് സൗദിക്ക് പോകാൻ കാശില്ലാതെ വന്നപ്പോഴേ പോകുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവിടെ ഹോസ്പിറ്റലിലെ മാഡം തന്നെ കൊടുത്തതായിരുന്നു ആ പൈസ. അന്നേരം അവൾ എന്നോട് പറഞ്ഞു, അമ്മ ഇന്ന് അതെടുത്ത് അടയ്ക്ക്, അവർ ലോണ് തിരിച്ചു തരുവാണെങ്കിൽ നമുക്ക് നല്ലതില്ല. അപ്പോൾ ഈ മാനേജറിലൂടെയും ദൈവം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ആ ലോണ് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് സമാധാനത്തോടെ ലോണിൻ്റെ വിഷയങ്ങളില്ല. സമാധാനത്തോടു കൂട്ടി ഈശോയെ മാതാവിനെ വിളിക്കുന്നു. 2 പേരും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. പിന്നെ 2ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ മോൾക്കാണെങ്കിൽ അവൾ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. ഇപ്പം പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ എൻ്റെ കുഞ്ഞിനെ പെട്ടെന്ന് എവിടോട്ടെങ്കിലും പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണേ എന്ന് ഞാനിവിടെ വരുമ്പോൾ എല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം മാതാവ് അതിനുള്ള അനുഗ്രഹം തന്നു. നോർക്ക രജിസ്റ്റർ ചെയ്തു. നോർക്ക വഴി അവൾക്ക് ഇൻ്റർവ്യൂ നടന്നു. പിന്നെ MOH കിട്ടി. MOHൻ്റെ എക്സാമിന് പോയി. MOHൻ്റെ എക്സാമിന് പോകാൻ ഇതുകണക്ക് കുറേ കാശ് ചിലവുണ്ടായിരുന്നു. അതെല്ലാം മാതാവ് എങ്ങനെയൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ ആരോടും കടം മേടിച്ചിട്ടില്ല. എന്തായാലും എല്ലാ കാര്യങ്ങളും മാതാവ് ഞങ്ങളുടെ കൂടെ നിന്ന് നല്ല നടത്തി തന്നു. അങ്ങനെ MOHൻ്റെ പരീക്ഷയ്ക്ക് ഞങ്ങൾ പോയി. ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു പരീക്ഷ. അവിടെ ചെന്നപ്പോൾ അകത്തോട്ടൊന്നും ആരെയും കയറ്റി വിടത്തില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വെളിയിലിരുന്നിട്ട് ലുലു മാളിലാണ് ഞങ്ങളെ അവർ കൊണ്ടിരുത്തി. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് മോൾ എക്സാമിന് കയറി. എൻ്റെ കയ്യിലെ കാശ് രൂപവും വ്യഞ്ചരിച്ച ഉപ്പും തൈലവും
ഇവിടുത്തെ തൈലവും എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഞാനിതെല്ലാം വെച്ച് അന്നേരവും ചേട്ടനോട് ചോദിക്കും, നീ എന്തിനോട് എപ്പോഴും അങ്ങ് പ്രാർത്ഥിക്കുന്നത് എന്നവിടെ എന്നോട് ചോദിച്ചു. അവന് മിണ്ടാതെ അവിടെ ഇരുന്നോണം, ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോണ്ട് അവിടെ അങ്ങ് ഇരുന്നോണമെന്ന് പറഞ്ഞു. അന്നേരം അപ്പം പിന്നെ ചേട്ടൻ ഒന്നും മിണ്ടത്തില്ല. ദൈവത്തിൻ്റെ കാര്യത്തിന് പേടിയുണ്ട്, പക്ഷെ ഒന്നും നമ്മൾ തെറ്റായിട്ടൊന്നും പറയത്തൊന്നുമില്ല. എന്നോട് ചോദിക്കും, മത്തായി വിശേഷമൊക്കെ എന്നോടൊന്ന് സുവിശേഷമൊക്കെ പറയാമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അദ്ദേഹത്തിന് അതെല്ലാം അറിയാം, ഇതൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. കുഞ്ഞ് പരീക്ഷ അവൾക്ക് ചെന്നപ്പോൾ ഭയങ്കര ടെൻഷനും പരീക്ഷയ്ക്കൊക്കെ ഭയങ്കര പാടൊക്കെ ആയിരുന്നു. എന്നാലും അവൾ പരീക്ഷ എഴുതി. എന്നിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പാസ്സായി. അങ്ങനെ MOH പാസ്സായി. എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രം എല്ലായിടത്തും കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ പത്രം ഇല്ലാതെ തന്നെ ഞാൻ പറയും, എല്ലാവരോടും ഇത് അമ്മയെപ്പറ്റി എല്ലാം പറയും, സാക്ഷ്യങ്ങൾ പറയാം. അപ്പോൾ അവരും എന്നോട് ചോദിക്കും, ക്രിസ്ത്യാനികൾ തന്നെ എന്നോട് ചോദിച്ചു, അയ്യോ ചേച്ചിക്ക് ഇത്രയൊക്കെ പറയാൻ അറിയാമോ? ഞങ്ങളൊരു ക്രിസ്ത്യാനിയായിട്ട് പോലും ഞങ്ങൾക്ക് ഇങ്ങനൊന്നും പറയാൻ അറിയത്തില്ല. ഞങ്ങൾ പോയി ഉടമ്പടിയൊക്കെ എടുത്തതാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനൊന്നും പറയാനേ പറ്റത്തില്ല. എന്നോട് ചോദിക്കുക, ചേച്ചിക്ക് ബൈബിൾ വായിക്കാൻ അറിയാം? ഞാൻ പറഞ്ഞു, ഞാൻ ബൈബിൾ വായിക്കും. ഞാൻ എന്നും രാവിലെ 4 മണി തൊട്ട് 5:15 വരെ ഞാൻ ബൈബിൾ വായിക്കും. അത് കഴിഞ്ഞ് അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാം കേൾക്കും. എല്ലാ പ്രാർത്ഥന ഇവിടുത്തെ ഈ ഉടമ്പടിയിലുള്ള ഈ കൃപാസനത്തിൽ നടത്തുന്ന എല്ലാ പ്രാർത്ഥനകളും, അതുപോലെ തന്നെ വചനം, ഞാൻ എന്നും അച്ഛൻ്റെ വചനങ്ങൾ, അച്ഛൻ ധ്യാനം ഉടമ്പടി ധ്യാനം കൂടുന്ന ആ വചനങ്ങളെല്ലാം ഞാൻ ഓരോ ഡേറ്റിട്ടോ ഓരോ ഡയറിക്കായിട്ട് തന്നെ എല്ലാ ഡേറ്റിട്ടോ അതാത് ദിവസത്തെ വചനങ്ങൾ എഴുതും. അത് എഴുതിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദുഃഖമാണ്. ഞാൻ അന്നൊരു ദിവസം എങ്ങും പോകത്ത് പോലും ഇല്ല. ഈ അച്ഛൻ്റെ ധ്യാനം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനും. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും അത് ഞാൻ മുടക്കത്തതേ ഇല്ല. പിന്നെ അതുപോലെ ഇവിടുത്തെ വണക്കമാസ പ്രാർത്ഥന അതെല്ലാം ഞാൻ എന്ന് വൈകിട്ട് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുക. പിന്നെ അതുപോലെ ജപമാല എനിക്ക് അറിയത്തതേ ഇല്ലായിരുന്നു. ഞാനന്ന് യൂട്യൂബിനകത്ത് നോക്കി ജപമാല ചൊല്ലി പഠിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നൊരു ജപമാല പുസ്തകം മേടിച്ചുകൊണ്ട് പോയി. എന്നും ജപമാല ചൊല്ലി. എനിക്ക് ഒരു ദിവസം പോലും ജപമാല ചൊല്ലിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അത് ഞാൻ ഇപ്പം എല്ലാം കാണാപ്പാടം പഠിച്ച്. ഞാൻ കോട്ടയം ജില്ലയിൽ മരങ്ങാട്ടുപള്ളി ഇടവക സെൻറ്റ് ഫ്രാൻസിസ് അസീസ് ചർച്ചിലാണ് എൻ്റെ ഇടവക. ഞാൻ 2018 ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. അതായത് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ എൻ്റെ പഠനം, അത് 10ാം ക്ലാസ്സിൻ്റെ പഠനമായിരുന്നു. ആ പഠനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് 2024 ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ ക്ലാസ്സിൽ പഠിക്കാൻ പോയി. എൻ്റെ മോനായിരുന്നു എൻ്റെ ട്യൂഷൻ സാർ. അങ്ങനെ ഞാൻ പഠിച്ചു. പരീക്ഷയ്ക്ക് ഞങ്ങൾ 34 പേര് പരീക്ഷ എഴുതി. 3 പേര് ഒഴികെ ബാക്കി 31 പേരും ജയിച്ചു. ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് കാശുരൂപം വാങ്ങി, പേന വാങ്ങി, ഞാൻ പോയി ഇരുന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി ഇരുന്നിടത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ പഠിച്ചു. പക്ഷേ എനിക്കൊന്നും പിടികിട്ടില്ല. ഞാൻ അവിടെ പോയിരുന്നു, പരീക്ഷ എഴുതി. ഇവിടെയൊക്കെ പറയുന്നത് പോലെ തന്നെ ഉപ്പും പേനായും മാതാവിൻ്റെ കാശുരൂപം എല്ലാം എൻ്റെ ശക്തിയാണെന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് പ്രായമായവരാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരീക്ഷ എഴുതാൻ വേണ്ടി വന്നവരൊക്കെ പ്രായമായവരാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദിച്ച് പരീക്ഷ എഴുതുന്നൊക്കെ ഉണ്ട്. ഞാനിതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എഴുതി വെച്ചു, ഞാൻ പാസ്സായി. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അത്. അതെനിക്ക് അമ്മ മാതാവ് നടത്തി തന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇത് കൂടാതുകൊണ്ട് എൻ്റെ വൈഫിന് ബ്ലീഡിങ് സംബന്ധമായിട്ട് വർഷങ്ങളായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു. ഏത് സമയത്തും ബ്ലീഡിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്നത് കുവൈറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, അദ്ദേഹം അവിടെ ഇരുന്ന് കരയും. ഇതായിരുന്നു എപ്പോഴും. ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഇരുന്ന് കരഞ്ഞ സമയത്ത് ഞാനിവിടെ ഇരുന്ന് എൻ്റെ വയറിൽ അമ്മയുടെ തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങൾ ആ ഒരു കാര്യം വിട്ടു. പിന്നീട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വേദനയും വിഷമങ്ങളും ആ ബ്ലീഡിങ്ങും എൻ്റെ മാതാവ് എടുത്ത് മാറ്റിത്തന്നു. ഞങ്ങൾക്ക് 6 വർഷം ഇല്ലാതിരുന്ന് കിട്ടിയ കുഞ്ഞാണ്. എൻ്റെ മോൻ്റെ പേര് അൽഫോൺസ് ജോഷി എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് പ്രിയ ജോഷി. ഇദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ അവിടെ ഇദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റലുകാരുമായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് മാമോഗ്രാം ചെയ്യണം, എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നൊരു ഡോക്ടർ പറഞ്ഞു. അപ്പോൾ വീണ്ടും ടെൻഷനിലേക്കായി. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനോ
ഇത് ചെയ്യാനോ പറ്റുന്നൊരു സാമ്പത്തിക സ്ഥിതിയിലല്ല. അപ്പോൾ വീണ്ടും ഇവിടെ വരും, അവിടെ പോയി നിൽക്കും, പ്രാർത്ഥിക്കും, തിരിച്ചു പോകും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഫാദർ 2 മാസങ്ങൾക്ക് മരണപ്പെട്ടു. പെട്ടെന്ന് അദ്ദേഹം ഇവിടെ വരേണ്ട വന്നു. അപ്പോൾ ഞാനിവിടെ വന്നു, ഇദ്ദേഹത്തിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. മാമോഗ്രാം ചെയ്തു. കാരിത്താസ് ഹോസ്പിറ്റലിലായിരുന്നു. മാമോഗ്രാം നെഗറ്റീവാണ്. എൻ്റെ മാതാവ് ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. കൂടാതെ അപ്പോൾ അടുത്ത ദൂരമാണ്, അദ്ദേഹത്തിൻ്റെ പുറത്തൊരു ചെറിയ മുഴ പോലെ വരുന്നു. അപ്പോൾ ഞങ്ങൾ പാലായിലാണ് താമസിക്കുന്നത്. പാലായിൽ മരിയൻ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് വേണം. അപ്പോൾ ഒരു ചൊവ്വാഴ്ച ചെല്ലുന്നു, വെള്ളിയാഴ്ച വിളിച്ചിട്ട് വരിക. ജിഗുപാൽ എന്നാണ് ഡോക്ടറുടെ പേര്. അദ്ദേഹം പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ വീണ്ടും സങ്കടമായി. അപ്പോൾ ഞാൻ അന്ന് വൈകുന്നേരം തൊട്ട് തൈലം എടുക്കും, പുറത്ത് പരട്ടും, എന്നിട്ട് മാതാവിനോട് പറയും എൻ്റെ മാതാവേ എനിക്ക് കത്തി വെക്കരുത്. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ 2 മാസങ്ങൾ കഴിഞ്ഞു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കും, പോവും. ഇന്നലെ ഇദ്ദേഹത്തിനെ തിരിച്ച് അവിടെ നിന്ന് വിളിച്ചു പോരാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അവർക്കറിയാമായിരുന്നു. അവർ ചോദിച്ചു എന്തായി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇല്ല, അത് മാറി, ഒരു ശകലം ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ലയെന്ന് പറഞ്ഞു, ഓപ്പറേഷന് പോയില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം അത് പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനും മോനോട് ഇരിപ്പുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കി. അപ്പോൾ ഒരു ചെറിയൊരു പാട് പോലെയുണ്ട്. ഞാൻ അതിൽ ഞെക്കി ചെറുതായിട്ടൊന്ന് പിടിച്ച് ഞെക്കി കഴിഞ്ഞപ്പോൾ ഞാനും മോനും കൂടിയാണ് ഞെക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് അത് പൊട്ടി പുറത്തേക്ക് പോരുവാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു കത്തി വെക്കരുതെന്ന് പറഞ്ഞാൽ മാതാവ് കത്തി വെപ്പിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഒരുപാട് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. ബജാജിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്. ലോൺ എടുക്കുന്നവർക്കറിയാം ഇത് വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. കാരണം നമ്മൾ ഒന്നെടുക്കുമ്പോൾ പിന്നെയും കൂടി എടുത്തുകൊണ്ടിരിക്കും, അടുത്തത് തീർക്കാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 58,000 രൂപ എടുത്ത് അടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം പറയും മാതാവ് എന്താ ചെയ്യുന്നത്, എനിക്ക് ഒരു പിടിയില്ല. ഒരു ദിവസം എന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു 17,000 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഞാൻ 17,000 പോയിട്ട് അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞില്ല എന്ന് ശരിയാവില്ല, പിന്നീട് ഞാൻ മൊത്തം തീർത്തടച്ചോളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു മാനേജരോട് സംസാരിക്കണം. അപ്പോൾ ഞാൻ ആര് വിളിച്ചാലും എടുക്കും, കാരണം എടുക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം പ്രശ്നമാവും. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ഒരു 12,000 രൂപ അടയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് ക്ലോസ് ആവും. അപ്പോൾ 58,000 രൂപ പറഞ്ഞു പൈസ 12,000 വരെ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ വീണ്ടും അറേഞ്ച് ചെയ്ത് 5,000 അടച്ചു. ഇനി ഒരു 7,000 കൂടെ അടയ്ക്കാനുണ്ട്. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുവാണ്. പിന്നെ അതുകൂടാതെ കഴിഞ്ഞ ദിവസം വൈഫിൻ്റെ ഒരു ലോൺ കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനത് കഴിഞ്ഞ 4-ാം തീയതി അടയ്ക്കേണ്ടതാണ്. രാത്രി ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ പാലായിൽ ലാലമ്പള്ളി കുർബാനയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നിച്ചപ്പം ഞങ്ങൾ 2 പേരും ഈ കാര്യം വിട്ടുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് പൈസ ഇല്ല, ഇടാതിരിക്കാൻ പറ്റത്തുമില്ല, അപ്പോൾ നാളെ അത് കയറിയില്ലേ വലിയ പ്രശ്നമാവും. അപ്പോൾ ഒരു നിവൃത്തിയില്ല, ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാണ്ടിരിക്കുകയാണ്. ഉടനെ എന്നെ ഇങ്ങോട്ടൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാനുണ്ടല്ലോ. എനിക്ക് പോലും ചിന്തിക്കാത്തൊരു പൈസയാണത്, ഇപ്പോൾ തന്നെ അക്കൗണ്ടിൽ ഇട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും അടച്ചു. അപ്പോൾ ഞാൻ ഒരുപാട് എന്താ പറയുക പ്രാർത്ഥിക്കുമെന്നല്ല, അതുകൊണ്ട് എന്താ പ്രാർത്ഥിക്കുന്നതെന്നോ എന്തിനാ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ ഇരുന്നിട്ട് മാതാവിനോടും ദൈവത്തിനോടും ഒക്കെ കുറ്റം പറയും. കാരണം ഞാൻ മാത്രം എന്താ ഇങ്ങനെയായി പോകുന്നത്. ഇതെല്ലാം ഓരോരോ അത്ഭുതങ്ങൾ എന്നെ കൊണ്ടു തന്നു. ഇന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തു വന്നെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ കൂടെ ഒരാളുണ്ട്, അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൂടാതെ അതുകൊണ്ട് എൻ്റെ മോന് ചെറിയ ചെറിയ അസുഖങ്ങളുണ്ട്, ഒരു അലർജിയുടെ അസുഖമുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. എങ്കിൽ പോലും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പുള്ളി എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഓടി അപ്പം ഇച്ചിരി തേൻ എനിക്ക് വേണം, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വയറുവേദന ഉണ്ടാവും, പനിയുണ്ടാവും. പുള്ളി തന്നെ പറയും എടുത്തുകൊണ്ട് തരും, ഞാൻ അപ്പോഴേ പറയിട്ടും. അപ്പോൾ ഇതൊന്നും നമുക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത്, അപ്പോഴല്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നുമില്ല, ഇതെല്ലാം മാറി മാറി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 3-4 വർഷമായിട്ട് ഞാനും മോനും മാത്രമാണ്, വൈഫ് വെളിയിലാണ്. അപ്പം ഞങ്ങളുടെ 2 പേരുടെ ലോകമാണ്. അപ്പോൾ പുള്ളിയാണ് എൻ്റെ കൂടെ ഇപ്പോൾ എപ്പോഴും നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഓരോ കാര്യങ്ങളും എൻ്റെ മോനാണ് എന്നെ എല്ലാ കാര്യത്തിലും കൂടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ എൻ്റെ വൈഫ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കൂടാതെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെന്ന് പറഞ്ഞാൽ മാതാവ് തരുന്ന അല്ലെങ്കിൽ മാതാവ് കാണിച്ചു തരുന്ന. എന്നെ ആരെങ്കിലും ആശുപത്രി പോകാൻ വേണ്ടോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അത് പോയി അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ നോക്കും. പിന്നെ അത് കൂടാതെ കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ എൻ്റെ വൈഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അദ്ദേഹം തന്നെ അത് പറയും. ദൈവകുമാരന് കോടാനുകോടി നന്ദി. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരെ
ഞങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ച് നിന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുവദിച്ച ഈ അവസരത്തിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഞാൻ ശരിക്കും ഈ ജൂലൈ 25-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി ഉടനടി അനുഭവം എന്ന് എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ അത് ഇത്ര പെട്ടെന്ന് ആകുന്ന ഒന്നാന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെങ്കിൽ ഇന്നലെ എനിക്കത് ബോധ്യമായി. ഇന്നലെ എൻ്റെ മേഡം എന്നെ വിളിച്ചിട്ട് പ്രിയ എപ്പോഴാണ്, ഞാൻ എൻ്റെ പേര് പറഞ്ഞു, എൻ്റെ പേര് പ്രിയ എന്നാണ്, എപ്പോഴാണ് നീ കയറുന്നത്? കാരണം എമർജൻസി ആയിട്ട് വന്നുകൊണ്ട് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ മേഡത്തിനോട് പറഞ്ഞു, മേഡം ഞാൻ ആലോചിച്ചിട്ട് പറയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മേഡം എനിക്ക് എന്ന് സാക്ഷ്യമൊക്കെ അയച്ചു തരുമായിരുന്നു. മേഡം ഇവിടുന്ന് ഉടമ്പടി എടുത്ത ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മേഡം ഞാൻ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡ് എന്നും ഉടമ്പടി തൈലം പുരട്ടുന്നുണ്ട്. അപ്പോൾ ആ മുഴയ്ക്ക് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്, വലുപ്പത്തിന് ഒത്തിരി കുറവ് വന്നിട്ടുണ്ട്. ഒരു ചെറിയ പൊട്ട് പോലെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ്, സാരമില്ല മാതാവിനോട് പ്രാർത്ഥിക്കുക, അത് മാറുമെന്ന് പറഞ്ഞ ആ നിമിഷം, ഫോൺ കട്ടാക്കി ആ നിമിഷം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അതിപ്പോൾ പറഞ്ഞല്ലോ, അപ്പം തന്നെ അത് പൊട്ടുകയും അത് പൂർണ്ണമായിട്ട് ഒരു തടിപ്പ് ഒന്നുമില്ലാതെ മാതാവ് എന്നെ അതിശയകരമായിട്ട് വലിയൊരു ഓപ്പറേഷനിൽ നിന്ന് എന്നെ രക്ഷിച്ചു. ആത്മീയമായിട്ട് അത് കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നേരത്തെ ആണെങ്കിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുന്നത് പോലെ പ്രാർത്ഥിക്കാം എന്നൊരു ചിന്തയായിരുന്നു, എങ്ങനെയും പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ കുടുംബ പ്രാർത്ഥന ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ബൈബിൾ എന്ന് പറഞ്ഞാൽ 91-ാമത്തെ സങ്കീർത്തനം, 121 സങ്കീർത്തനം, പ്രാർത്ഥന കഴിയുമ്പോൾ അത് മാത്രം വായിക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ ബൈബിൾ നമുക്ക് കിട്ടുന്ന സമയമൊക്കെ വായിക്കുവാനും കൂടുതൽ ബൈബിളിനെ പറ്റിയും ഈശോയുടെ പീഡാസഹനങ്ങളെപ്പറ്റിയും മാതാവ് അനുഭവിച്ച വേദനകളെപ്പറ്റിയും അത്ഭുതങ്ങളെപ്പറ്റിയും ഒക്കെ ഇപ്പോഴാണ് ശരിക്കും അറിയാൻ പറ്റുന്നത് ബൈബിൾ വായിക്കുന്നതിലൂടെയും. വേറൊരു കാര്യം, ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും വിഷമങ്ങളോ സഹനങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ കണ്ടിന്യൂസ് സാക്ഷ്യം കേൾക്കും. വന്നതിൽ പിന്നെ ഞാൻ ഒരു ധ്യാനം പോലും മുടക്കിയിട്ടില്ല. ആ ധ്യാനം എവിടെ, ഇപ്പം കിച്ചണിലാണെങ്കിലും നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഞാൻ ധ്യാനത്തിൽ ഞാൻ അവിടെ തന്നെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ആത്മീയമായ വളർച്ച ഞങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെ മോനാണെന്ന് പറഞ്ഞാലും പ്രാർത്ഥനയിൽ ഞങ്ങളെക്കാളും മുന്നേ അവൻ നന്നായിട്ട് പ്രാർത്ഥിക്കുവാനും മാതാവിനോട് കൂടെ അടുത്തിരിക്കുവാനും അവനെയും മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം ഹോസ്പിറ്റലുകളിലും കടകളിലും ഓട്ടോ സ്റ്റാൻഡുകളിൽ പള്ളികളിൽ ഒക്കെ എല്ലാം എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത ആ മാസം 4 കെട്ട് പത്രം ഞാൻ അന്നേരം തന്നെ പെട്ടെന്ന് കൊണ്ടുപോയി കൊടുത്ത് തീർക്കണമെന്ന്. അടുത്ത മാസം 6 കെട്ട് പത്രം വാങ്ങിച്ചു. അതും ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങൾ 2 ദിവസം കൊണ്ട് അത് പെട്ടെന്ന് കൊടുത്ത് തീർന്നു കഴിയുമ്പം അയ്യോ പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന് പറയാം. പിന്നെ മാതാവിനോട്, മാതാവേ ഇത് അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കണം എന്ന് പറഞ്ഞാണ് പത്രം കൊടുക്കുന്നത്. പിന്നെ കാരുണ്യപ്രവർത്തനമായിട്ട് ചെയ്യുന്ന ഞാൻ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തെന്നറിഞ്ഞ ഒരു 8-9 മാസമായിട്ട് എല്ലാ മാസവും ഞാൻ 10 അല്ലെങ്കിൽ 20 പൊതി വെച്ച് ഞാൻ പാവങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്, കൂട്ടുകാർ വഴി. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ നാട്ടിൽ വന്നു കഴിഞ്ഞ് പൊതി കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞ് എൻ്റെ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വൈഫാണ്, അവർക്ക് ഇതുപോലെ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നോട് ആലോചിച്ചു, കാരണം 6 മാസമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷമമാണ്. കാരണം ഒരുപാട് ടെൻഷനായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അനുഭവിക്കുന്ന അതേ അവസ്ഥയാണ് അവരും. ആ ചേട്ടനാണ് ഒരു ഹാർട്ട് പേഷ്യൻ്റ്, എൻ്റെ ഹസ്ബൻഡ് ഹാർട്ട് പേഷ്യൻ്റാണ്, ബ്ലോക്കുള്ള 85% ബ്ലോക്കായിരുന്നു. അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് അത് 30% ആയിട്ട് മാറ്റി. അതുപോലെ അവർക്കും അതുപോലെ തന്നെ പേസ് മേക്കർ ഉപയോഗിച്ചതാണ്. അവരുടെ ഫാമിലിയിൽ ആ ചേച്ചി മാത്രമാണ്. അപ്പം ഞങ്ങൾ കാരണം പൈസ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അനുഭവിച്ച വേദന ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും അവരെ കൂടെ സഹായിക്കണമെന്ന്. അവരെയും ഞങ്ങളുടെ ഇതുകൊണ്ട് ഓട്ടോ വിളിച്ച് വിട്ട് അവരും അതിൻ്റെ പേയ്മെൻറ്റൊക്കെ ഞങ്ങൾ തന്നെ ചെയ്ത് അവർ പോയി ചെക്ക് ചെയ്തു. അവർക്കും ദൈവത്തിൻ്റെ കൃപയാൽ പിന്നെ നെഗറ്റീവാണ് റിസൾട്ട് വന്ന് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവർ സാക്ഷ്യം പറയാൻ വരും. പിന്നെ ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിനും ദൈവകുമാരനും ഈശോയി മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഇനിയുള്ള ജീവിതകാലം മുഴുവനും മാതാവിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാം ഈശോയ്ക്കും മാതാവിനും സമർപ്പിച്ച് നന്ദി അർപ്പിക്കുന്നു. ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ തുടങ്ങിയ പിന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരോടും ദേഷ്യപ്പെടാൻ തോന്നിയില്ല. മറ്റേത് വെറുതെ ആവശ്യമില്ലാതുകൊണ്ട് ദേഷ്യപ്പെടുക, പെട്ടെന്ന് ദേഷ്യം വരിക, വീട്ടിലാണെങ്കിലും ദേഷ്യം വരിക, അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതരം സ്വഭാവമായിരുന്നു.
ഇപ്പോൾ അങ്ങനെയില്ല. പിന്നെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും പുറകെ പോയിരിക്കും. പുറകെ പോയിരുന്ന വെച്ചാൽ കുർബാന എവിടെ നടക്കും, അത് കഴിയുമ്പോൾ എഴുന്നേറ്റ് വീട്ടിൽ പോരും. ഇതായിരുന്നു ഒരു ശീലം. പള്ളിയിൽ പോകുന്നതൊക്കെ അമ്മയുടെ നിർബന്ധപ്രകാരമായിരുന്നു. അമ്മ മരിച്ചുപോയി. അപ്പോൾ അമ്മ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുർബാന കാണാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട്, കുർബാന കൈക്കൊള്ളാറുണ്ട്. എല്ലാം എൻ്റെ മാതാവിൻ്റെയും തിരുക്കുർബാനൻ്റെയും അനുഗ്രഹത്തോടുകൂടി നടക്കുന്നു. 1000 നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം